ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും വെജിറ്റബിൾ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് സവാള ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 6-7 ബീൻസ് കൂടെ നമുക്ക് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇനി ക്യാബേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ബീട്രൂട്ടും അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല. ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നാൽ മതിയാവും. ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് വഴറ്റി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളകിൻ്റെ അളവ് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെള്ളം ഒന്ന് തിളച്ചൊന്ന് വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഞാൻ കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 6 ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 സ്പൂൺ അളവിൽ ബ്രെഡ് ഇപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പിരിഞ്ഞു പോകാതെ കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ചെറിയ ചെറിയ ഉരുളയാക്കി ഒന്ന് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റിൻ്റെ ഏത് ഷേപ്പിലാണ് നമുക്ക് കട്ട്ലറ്റ് വേണ്ടത് ആ ഒരു ഷേപ്പിലൊന്ന് ആക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സർക്കിൾ ഷേപ്പിലാണ് കട്ട്ലറ്റ് ഒന്ന് ആക്കി എടുക്കുന്നത്. ഒന്നുകിൽ സർക്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഹാർട്ട് ഷേപ്പിലോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട്ലറ്റ് ഒന്ന് ആക്കി എടുക്കാവുന്നതാണ്. കുറേശ്ശെയായിട്ട് വെജിറ്റബിൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പരത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിൽ ആയി കിട്ടിക്കോളും. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മൈദയിലൊന്ന് മുക്കി എടുക്കാം. ഞാനിപ്പോൾ മൈദയിലൊന്ന് മുക്കി എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മൈദയിൽ മുക്കി എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറത്ത് നമ്മളിനി ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്ന ബ്രെഡ് പൊടി നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. അതിലേക്ക് വേണ്ടിയിട്ടാണ് മൈദയിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കി എടുക്കുന്നത്. ഇനി വെജിറ്റബിൾസ് നമുക്ക് നന്നായിട്ട് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് 1-2 സ്പൂൺ ബ്രെഡ് പൊടി ആഡ് ചെയ്തതിന് ശേഷം ഉരുളയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കട്ട്ലറ്റ് ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കാറുള്ള കട്ട്ലറ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.